വിശദമായി നോക്കാം ഓരോ വാർത്തകളും. ഇഡി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിലെ റെയ്ഡിൽ നിർണായക രേഖകൾ കണ്ടെത്തി വിജിലൻസ്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണിതെന്ന് വിജിലൻസ് നിഗമനം. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. ആജ്ഞ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. ആജ്ഞ, ഒരു ഇഡി ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായി വരുന്ന ഒരു വലിയ തട്ടിപ്പ് നടത്തിയ കേരളം വളരെ ഞെട്ടലോടെ കേട്ട ഒരു കേസാണ്. അതിൽ കൂടുതൽ പേരുടെ പേരുകൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രഞ്ജിത്ത് വാര്യരുടെ ഇടപെടൽ ഈ കേസിൽ, ഈ വിഷയത്തിൽ, ഈ തട്ടിപ്പിൽ അതെങ്ങനെയായിരുന്നു? ആജ്ഞ രവീന്ദ്രനിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങളാണ് ഇഡി കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്ത് വാര്യരുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ റെയ്ഡ് നടന്നിരുന്നു. ഈ റെയ്ഡിൽ നിർണായകമായ ചില രേഖകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇഡി സമൻസ് നൽകി വിളിപ്പിച്ച 30-ലേറെ പേരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട് എന്നുള്ളതാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കൈക്കൂലി ആവശ്യപ്പെടാനായി തയ്യാറാക്കി വെച്ച പട്ടികയാണെന്നാണ് ഈ വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ രഞ്ജിത്തിന്റെ സ്ഥാനം, പങ്ക് ഈ കേസിൽ എങ്ങനെയാണ്? രഞ്ജിത്തിന്റെ പങ്ക് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. കാരണം ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ രഞ്ജിത്തിന് ഇത് ഏതൊക്കെ തരത്തിലാണ് പണം ചെലവഴിക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു ഇവർ ഉപയോഗിച്ചു വന്നിരുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. മാത്രമല്ല ഈ 1 കോടി രൂപയ്ക്ക്, അതായത് 10% ആണ് ഒരു കോഴ എത്രയാണെന്ന് വെച്ചാൽ അതിന്റെ 10% ഓരോ ഏജന്റുമാർക്കും ഈ രഞ്ജിത്തിനും ഉൾപ്പെടെ കിട്ടിയിരുന്നത്. അതായത് 1 കോടി രൂപയ്ക്ക് 10 ലക്ഷം രൂപ എന്ന കണക്കിലാണ് ഇവരുടെ ഷെയർ വാങ്ങിച്ചിരുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ രഞ്ജിത്തിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തതിനു ശേഷം കോടതിയിൽ നിന്ന് ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുമുണ്ട്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ സമയത്താണ് വിജിലൻസ് രഞ്ജിത്തിന്റെ വീടും ഓഫീസും കൂടിയുള്ള വാര്യർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബിൽഡിംഗ് സെർച്ചിങ് നടത്തിയത്. ഈ വിജിലൻസിന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് രഞ്ജിത്തിന്റെ കൈവശം നിന്ന് കുറച്ച് രേഖകൾ അടങ്ങിയ ഡയറി ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഡയറിയിൽ 30ഓളം പേരുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയെന്നാണ് ഈ വിജിലൻസ് ഭാഷയിൽ പറയുന്നത്. ഈ ഇഡി സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ആണ് രഞ്ജിത്തിന്റെ ഡയറിയിൽ നിന്നും കണ്ടെത്താനായിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇഡിയുടെ പരിശോധന, അതായത് ഇഡിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഇത്തരത്തിൽ ഒത്തുതീർപ്പിനായി അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി ഇവരെ ഭീഷണിപ്പെടുത്തി കോഴ വാങ്ങുന്ന ഒരു ഏർപ്പാടായിരുന്നു ഈ ടീം തുടർന്ന് വന്നിരുന്നത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ച് അവരെ ഓരോരുത്തരെ കണ്ടെത്തി ഭീഷണിപ്പെടുത്തി പണം കൈപ്പറ്റുന്ന രീതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത്. ഒരു പക്ഷേ ഈ പറയുന്ന, അതായത് ഈ ലിസ്റ്റിലുള്ള ആളുകളുടെ മുഴുവൻ ഡീറ്റെയിൽസിലേക്കും ഒരു പക്ഷേ വിജിലൻസിന് പോയേക്കാം. അവരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എൻക്വയറി ഉണ്ടായേക്കാം. എന്തായാലും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തുള്ള രേഖകളിൽ നിർണായകമാവുകയാണ് ഈ ഹിറ്റ് ലിസ്റ്റ് പോലെയുള്ള ഒരു 30 പേരുടെ പേരടങ്ങുന്ന ലിസ്റ്റ് രഞ്ജിത്ത് ഡയറിയിൽ തയ്യാറാക്കി വെച്ചിരുന്നു. അത് ഇഡിയുടെ കൈക്കൂലി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത്തരത്തിൽ അത് നീങ്ങുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട നിർണായക രേഖകളും രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഏത് തരത്തിലാണ് ഇഡി ഓഫീസിൽ ഒഫീഷ്യൽ രേഖകൾ രഞ്ജിത്തിന്റെ കൈവശം എത്തിയത് എന്നുള്ള കാര്യത്തിലും വിജിലൻസ് പരിശോധന. അതെ, അത് വളരെ നിർണായകമായ കാര്യമാണല്ലോ ആജ്ഞ. ഈ ഇഡി ഓഫീസിൽ സൂക്ഷിക്കേണ്ട രേഖകൾ രഞ്ജിത്തിന്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തി എന്ന് പറയുമ്പോൾ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം കൂടി ഉയരുന്ന സാഹചര്യം. ഇഡിയുടെ ആഭ്യന്തര അന്വേഷണവും ഈ വിഷയത്തിൽ പുരോഗമിക്കുകയല്ലേ? മാത്രമല്ല, ഈ രഞ്ജിത്തിന്റെ ഡയറിയിൽ കണ്ടെത്തിയ ഈ 30 പേര്, ആ ആളുകളിലേക്കും വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിക്കില്ലേ? അവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഇവർക്കെതിരെ ലഭിക്കാനുള്ള സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് വിജിലൻസ് നീക്കമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ 30 പേര് എന്നല്ല, 30-ലധികം പേരെന്നാണ് വ്യക്തമാകുന്നത്. ഇത്രയും ആളുകളുടെ ഇഡി സമൻസ് അയച്ചിട്ടുള്ള വിവിധ കേസുകളിൽ ഇഡി സമൻസ് അയച്ചിട്ടുള്ള ആളുകളുടെ ലിസ്റ്റാണിത്. ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും സമീപിച്ച ശേഷമാണ് ഏജന്റുമാരെ കൊണ്ട്
ഓരോരുത്തരെയും സമീപിച്ച ശേഷമാണ് ഈ കൈക്കൂലി അല്ലെങ്കിൽ കോട വാങ്ങുന്ന ഏർപ്പാടിലേക്ക് ഈ ടീം നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തെ വ്യവസായിയായിട്ടുള്ള അനീഷ് ബാബുവിന്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് വിനോദ് കുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്കുള്ള തെളിവുകളും മൊഴികളും വരുന്നത് അങ്ങനെയാണ്, വെളിപ്പെടുത്തലുകൾ വരുന്നത് അങ്ങനെയാണ്. അനീഷ് ബാബു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട്. തനിക്ക് അറിയാവുന്ന ചില ആളുകൾ കൂടി ഇത്തരത്തിൽ ഇഡിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഭീഷണി നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രോക്കർ, ഈ ഏജന്റുമാർ സമീപിക്കുന്നത് ഇഡിയുടെ ഓഫീസുമായി ബന്ധമുള്ള ആളുകൾ അല്ലെങ്കിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഇഡിയുടെ ഓഫീസിൽ ബന്ധമുള്ളത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള തെളിവ് തരാം എന്ന് പറഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ പറഞ്ഞിട്ട് ഇഡിയിൽ നിന്നും സമൻസ് വരും, ഇന്ന ദിവസം സമൻസ് വരുമെന്ന് പറഞ്ഞിട്ട് സമൻസ് ഇവർ പറഞ്ഞ ദിവസം തന്നെ ഇഡി വീണ്ടും സമൻസ് അയപ്പിക്കുന്ന തരത്തിലേക്ക് നീങ്ങിയിരുന്നു. അതായത് ഇഡിയുടെ ഒരു ഒഫീഷ്യൽ രേഖ പോലും ഇത്തരത്തിൽ ഈ ഏജന്റുമാരെ ഉപയോഗിച്ച് ബാർഗെയിൻ ചെയ്ത ശേഷം ഇത്തരത്തിൽ ആളുകളെ ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർ അതോടെ മനസ്സിലാക്കുന്നതും വ്യക്തമാകുന്നതും ഇഡി ഇത്രകാലം അന്വേഷിച്ച കേസുകളിലെ സത്യസന്ധത, ഇഡി ഇത്രകാലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അതായത് ഇഡി എന്ന് പറയുമ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അത്തരം കേസുകളിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസ്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ തകർന്നു തരിപ്പണമാകുന്ന ഒരു തരത്തിലേക്ക് മാറുകയാണ്. നേരത്തെ തന്നെ ഈ ശേഖർ കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ആരോപണമുണ്ട്. അദ്ദേഹം എഫ്ഐആറിലുണ്ട്. അദ്ദേഹം 1-ാം പ്രതിയാണ് കേസിലെ. അത് ഈ അനീഷ് ബാബുവിന്റെ മൊഴി അനുസരിച്ചിട്ടാണ് 1-ാം പ്രതിയായി അദ്ദേഹത്തെ കേസിൽ ചേർത്തിട്ടുള്ളത്. അതേസമയം ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ വ്യക്തമായ തെളിവില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കം ഇല്ല എന്ന് തന്നെയാണ് വിജിലൻസ് പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ വേണം, അതായത് പിന്നീട് രക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായത്. കോടതിയിൽ പോകുമ്പോൾ ഇത് കേസ് ദുർബലമായി പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്ന് പഴുതടച്ച അന്വേഷണം തന്നെയാണ് വിജിലൻസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷെ നിലവിലായ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വിജിലൻസിന്റെ ഭാഗത്ത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഇഡിക്കെതിരെ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം. കൈക്കൂലി കേസ് പുറത്തുവന്നതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഴിമതി മുഖം തുറന്നു കാട്ടപ്പെട്ടുവെന്ന് ദേശാഭിമാനി വിമർശിക്കുന്നു. ബിജെപിക്കാർക്കും ഇടനിലക്കാർക്കും പണമുണ്ടാക്കാനുള്ള സംവിധാനമാണ് ഇഡിയെന്നും കേസ് ഒതുക്കി തീർക്കാൻ വ്യവസായിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത് ഇതിന്റെ ഉദാഹരണമാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, എന്തായാലും ഇഡിക്കെതിരെ ഈ വീട് കിട്ടിയിട്ടുള്ള അഴിമതി കേസ് അത് മുഖ്യമന്ത്രി അടക്കം നിരന്തരം പ്രതിക്കൂട്ടിലാക്കിയ ഇഡിക്കെതിരെ തിരിച്ചാഞ്ഞടിക്കാനുള്ള ഒരു ആയുധമാണ് സർക്കാരിനും CPM-നും. അത് തിരിച്ച് ആ രീതിയിൽ തന്നെ ശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലാണ് മുഖപ്രസംഗത്തിലെ വിമർശനം? ആര്യ, 2016 പിണറായി സർക്കാരിന്റെ അവസാന പകുതി തൊട്ട് ഏറ്റവും അധികം CPM-നെ വിഷമിപ്പിച്ചത് അല്ലെങ്കിൽ CPM-നെ പ്രതിരോധത്തിലാക്കിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസിയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ഇങ്ങോട്ട് ഓരോ തവണ, പിന്നീട് കരുവന്നൂർ വരുന്നു, അതിനുശേഷം ഓരോ ബാങ്ക് ഇടപാട് വരുന്നു. എവിടെ വന്നാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CPM-ന് പുറകിലുണ്ടായിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. CPM ചെറിയ രീതിയിലൊന്നുമല്ല അവർ കുഴച്ചത്. ഇപ്പോഴും വലിയ അന്വേഷണങ്ങൾ ബാക്കിയാണ്. CPM-നും CPM നേതാക്കൾക്കും നേതാക്കളുടെ കുടുംബത്തിനുമെതിരെയൊക്കെ വലിയ അന്വേഷണം ഇപ്പോഴും ബാക്കിയാണ്. ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പിടിക്കാനുള്ള അവസരമാണ് ഈ കൊച്ചി ഇഡി അഴിമതി കേസ് CPM-നും സർക്കാരിനും നൽകുന്നത്. അത് ആ രീതിയിൽ തന്നെ ആര്യ സൂചിപ്പിച്ച പോലെ ആ രീതിയിൽ തന്നെ അവർ ഉപയോഗിക്കുമെന്ന് ഉറപ്പാണ്. അത് ഉപയോഗിച്ച് തുടരുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു വാർത്താക്കുറിപ്പും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. ഇപ്പോൾ രൂക്ഷ വിമർശനമാണ് ദേശാഭിമാനി CPM-ന്റെ മുഖപത്രം അവരുടെ മുഖപ്രസംഗത്തിലൂടെ ഇഡിക്കെതിരെ ഉന്നയിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ അഴിമതി മുഖം തുറന്നു കാട്ടപ്പെട്ടു. BJP-ക്കാർക്കും ഇടനിലക്കാർക്കും പണം ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസ് ഒതുക്കി തീർക്കാൻ വ്യവസായിയിൽ നിന്ന് പണം ആവശ്യപ്പെട്ടത് ഇതിന്റെ ഉദാഹരണമാണ്. 10 വർഷത്തിന് ഇഡി രാഷ്ട്രീയക്കാർക്കെതിരെ എടുത്ത കേസുകൾ 2 മാത്രമാണ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. കൊടകര കുഴൽപ്പണക്കേസിൽ ഈ BJP-ക്കാരെ രക്ഷപ്പെടുത്തിയെന്നും പറയുന്നു. അതായത് ഈ രാഷ്ട്രീയ ആയുധമാണ്. നേരത്തെ CBI ആയിരുന്നു കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ ആയുധമെന്ന വിമർശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. ആ രാഷ്ട്രീയ ആയുധം ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ അനിശ്ചിതത്വമുണ്ടാക്കാൻ, അസ്ഥിരത ഉണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു, BJP ശ്രമിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ സംഭവങ്ങളെന്നും CPM നേരത്തെ വിലയിരുത്തിയതാണ്. അത് ശരിവയ്ക്കുന്ന നടപടികളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥ അഴിമതിയിൽ മുങ്ങിയ ഒരു ഏജൻസിയാണ്. പക്ഷേ അവർ മറ്റുള്ളവരെ, രാഷ്ട്രീയ പ്രതിയോഗികളെ കൊടുക്കാൻ അത് ഉപയോഗിക്കുന്നു. അവരുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടതെന്നാണ് CPM പറയുന്നത്. വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ CPM-ന്റെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടാകും. അതേസമയം പോലീസ്, ആഭ്യന്തര വകുപ്പ്, വിജിലൻസ് ഉപയോഗിച്ച് ഇക്കാര്യത്തിൽ
അതിൻ്റെ റൂട്ടിലേക്ക്, അതിൻ്റെ അടിവേരിളക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണത്തിലേക്കാകും പോവുക. ഏറ്റവും വലിയ അവസരമായി CPM സർക്കാരും അതിനെ കാണുന്നുണ്ടെന്ന് ഉറപ്പാണ്. തീർച്ചയായും VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ് കിട്ടിയ അവസരമാണ് ഈ അഴിമതി കേസ്. അത് വേണ്ട വിധത്തിൽ സർക്കാരും CPM-ഉം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് സാഹചര്യം. കേസുകൾ കോഴ വാങ്ങാൻ മറയാക്കിയെന്ന 10-ലധികം പരാതികളിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിടുന്നത് വൻ പ്രതിസന്ധി. ഇതുവരെ കേരളത്തിലെ നിരവധി കേസുകളിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിൽ നിർത്തിയ ED-യെ പിടിക്കാനുള്ള അവസരമാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ വീണ് കിട്ടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചാൽ, കണ്ണിലെ കരടായാൽ അത് ആരായാലും അവരെ തേടി ED വരും. BJP നേതാക്കൾ പോലും ഒരു അലങ്കാരം പോലെ പറഞ്ഞു നടന്ന വാക്കുകളാണിത്. എന്നാൽ അതേ ED അഴിമതിക്കറ പുരണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സ്ഥിതി. കശുവണ്ടി അഴിമതി കേസിൽ ED-ക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുമ്പോൾ പഴയ കണക്കുകൾ ഒരുപാടുണ്ട് തീർക്കാൻ. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി കേസ് മുതൽ ലൈഫ് മിഷൻ കേസുകൾ വരെ അന്വേഷിച്ച കേരളത്തിലെ ED ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽ നിൽക്കുന്നത്. ലൈഫ് മിഷൻ കോഴ ആരോപണം ഉയർന്നപ്പോൾ ആര് അന്വേഷിക്കണമെന്നതിനെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ നടത്തിയ പോര് ഹൈക്കോടതി കയറിയിരുന്നു. ലൈഫ് മിഷൻ കേസിൽ ആദ്യം കേസെടുത്ത സംസ്ഥാന വിജിലൻസ് സെക്രട്ടേറിയറ്റിൽ നിന്നുൾപ്പെടെ ഫയലുകൾ പിടിച്ചെടുത്തു. CBI അന്വേഷണം ഉറപ്പായ സാഹചര്യത്തിലായിരുന്നു വിജിലൻസിന്റെ നീക്കമെന്ന ആരോപണം ഉയർന്നു. വൈകാതെ കേസിലേക്ക് ED-യും എത്തി. തിടുക്കപ്പെട്ട് വിജിലൻസ് സംഘം ഫയൽ പിടിച്ചെടുത്തത് തെളിവ് നശിപ്പിക്കാനാണെന്ന ആരോപണം ശക്തമായി. ഫയലുകൾ കൈമാറാൻ സംസ്ഥാന ഏജൻസിക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് മറ്റൊരു സംഭവം. കസ്റ്റംസ് അസിസ്റ്റന്റ് പ്രിവന്റീവ് ഓഫീസറെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഏജൻസികൾ തമ്മിലുള്ള മറ്റൊരു തർക്കത്തിന് കാരണമായി. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ അന്വേഷണം തടസ്സപ്പെടുത്തുവെന്നാരോപിച്ച് ED സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതും നാൾ വഴിയിലെ മറ്റൊരു സംഭവം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ CPM-ന്റെയും അതിലെ നേതാക്കളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പിറകെ ED ഇറങ്ങി പുറപ്പെട്ടതാണ് മറ്റൊരു സംഭവം. സംസ്ഥാന വ്യാപകമായി സഹകരണ മേഖലയിലാകെ പരിശോധനയ്ക്ക് ED തുടക്കം കുറിക്കുകയും ചെയ്തു. അതിനിടെയാണ് ED-യുടെ കൊച്ചി യൂണിറ്റിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നതും വിജിലൻസ് നടപടി തുടങ്ങിയിരിക്കുന്നതും. കേന്ദ്ര ഏജൻസിയെ പൂട്ടാനുള്ള സുവർണാവസരമാണ് ഇടത് സർക്കാരിന് ഈ പരാതികൾ. ഒരു പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ ആളുകൾ ED ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞ് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. പരാതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VV വിനോദ്, News 18 തിരുവനന്തപുരം. 5 മണിക്കൂറിലധികം നീണ്ട ശ്രമത്തിന് ഒടുവിലാണ് കോഴിക്കോട് നഗരത്തെ നടുക്കിയ തീ അണച്ചത്. വൈകിട്ട് 5:15-ഓടെയാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. തുടർന്ന് മറ്റ് കടകളിലേക്കും തീ പടർന്നു. സമീപത്തെ PRC മെഡിക്കൽ ഷോപ്പ് പൂർണ്ണമായും കത്തി നശിച്ചു. മലബാറിലെ വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ 20-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീ അണച്ചത്. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോഴും നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. ഉത്തരം കിട്ടേണ്ട ഒരുപാട് ദുരൂഹതകൾ ഇതിൽ ബാക്കിയുണ്ട്. കോഴിക്കോടിനെ മുൾമുനയിൽ അക്ഷരാർത്ഥത്തിൽ നിർത്തിയ ഒരു തീപിടുത്തം തന്നെയായിരുന്നു. അവിടുത്തെ പ്രദേശവാസികൾ തന്നെ ഈ കെട്ടിടത്തിന്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പല പരാതികളും ഉന്നയിക്കുന്നുമുണ്ട്. നമ്മളുടെ മോർണിംഗ് ഷോയിൽ തന്നെ അവരത് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് കോഴിക്കോട് മേയർ മാധ്യമങ്ങളെ കണ്ടത്. ഒരു ചോദ്യത്തിനും മേയറുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. അന്വേഷിക്കും എന്ന് മാത്രമായിരുന്നു മറുപടി. അന്വേഷിക്കണം, പക്ഷേ ആ ഒരു ഉത്തരം കൊണ്ട് മാത്രം ഈ വിഷയത്തിൽ നിന്ന് കൈ കഴുകാൻ കോർപ്പറേഷനും സാധിക്കില്ലല്ലോ.
തീർച്ചയായും ഗൌരവതരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിലാണ് ഇത്ര വലിയ തീപിടുത്തം നടന്നത്. നിർമ്മാണ ചട്ടങ്ങൾ പൂർണ്ണമായും ഈ കെട്ടിടത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ താഴത്തെ നില പോലെ തന്നെ വിശാലമായ വരാന്തകളുള്ള എല്ലാവർക്കും കയറി ഇറങ്ങേണ്ട സൌകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ്. അതിന്റെ ഒന്നാം നില ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടച്ചു കെട്ടി ഈ ടെക്സ്റ്റൈൽ ഉടമ സ്വന്തമാക്കി എന്നതാണ് ഏറെ ശ്രദ്ധേയം. അതുകൊണ്ട് ഒരു തീപിടുത്തമുണ്ടായപ്പോൾ അതുവഴി ആളുകൾക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അഗ്നിശമന സേനയിലെ അംഗങ്ങൾക്ക് അതിലെ കൃത്യമായി സഞ്ചരിച്ച് തീ അണയ്ക്കുന്നതിനോ ഉള്ള സൌകര്യമുണ്ടായില്ല. മറിച്ച് എല്ലാ വശങ്ങളും അടച്ചുകെട്ടി വെച്ചതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിനുള്ളിലേക്ക് വെള്ളം പോലും പമ്പ് ചെയ്യാനുള്ള സൌകര്യങ്ങൾ ലഭിക്കാതെ വന്നിരുന്നു. ഒരു വിശാലമായ മേഖല പൂർണ്ണമായി തന്നെ കെട്ടിയടച്ച് എയർ കണ്ടീഷൻ സംവിധാനമായി മാറ്റിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഷട്ടറിന്റെ പുറത്തേക്കുള്ള ഭാഗം പൂർണ്ണമായും ആളുകൾക്ക് നടക്കാനും മറ്റു പൊതു പാസേജായി ഉപയോഗിക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവയൊക്കെ അടച്ചുകെട്ടി സ്വന്തമാക്കിയിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏറെ വൈകിയും ഏതാണ്ട് 5.5-6 മണിക്കൂറോളം തീകെടുത്താനായി അഗ്നിശമന സേനാ അംഗങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്തുകയും ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വിവിധ തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്ന് ഇതിനകം തന്നെ മന്ത്രിയും മേയറും ഒക്കെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏത് സമയത്താണ് ഇത്തരത്തിൽ ഈ അനധികൃത നിർമ്മാണങ്ങൾക്ക് അനുമതി കൊടുത്തത്, അല്ലെങ്കിൽ അനുമതി ലഭിക്കാതെയാണോ ഇത്തരത്തിൽ ഈ കെട്ടിടം ഈ വിധം ഉപയോഗിച്ചത്? ഇത്തരത്തിൽ കെട്ടിടം ഈ തരത്തിൽ ഉപയോഗിക്കുമ്പോഴും ഇത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരോ നഗരസഭയോ കോർപ്പറേഷനൊക്കെ അറിയാതെ പോയി എന്നതിനെക്കുറിച്ചുള്ള ഗൌരവമുള്ള ചോദ്യങ്ങളുമുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് കോർപ്പറേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് പരിശോധിക്കും. ഉദ്യോഗസ്ഥർക്കടക്കം വീഴ്ചയുണ്ടെങ്കിൽ കൃത്യമായ നടപടികൾ ഇക്കാര്യത്തിലുണ്ടാവും. നഗരത്തിലെ കെട്ടിടങ്ങളിൽ കൃത്യമായ സുരക്ഷാ ഓഡിറ്റ് നടപ്പാക്കും. ഇത്തരത്തിൽ വലിയൊരു അപകടം നടക്കുമ്പോൾ അവിടേക്ക് അഗ്നിശമന സേനാംഗങ്ങൾക്ക് എത്താൻ പോലും കഴിയാതെ വരിക, അല്ലെങ്കിൽ നഗരഹൃദയത്തിലുള്ള കെട്ടിടത്തിലേക്ക് കൃത്യമായി വെള്ളം പമ്പ് ചെയ്യാൻ കഴിയാതെ വരിക എന്നത് അങ്ങേയറ്റം ഗൌരവമുള്ള സാഹചര്യമാണ് എന്ന് തന്നെ മേയർ പറയുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും. സർക്കാർ തലത്തിൽ ഇന്നലെ തന്നെ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അന്വേഷണം നടത്തി 2 ദിവസത്തിനുള്ള റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണം നടക്കുകയാണ്. മറുവശത്ത് ഫയർ ഒക്കറൻസ് ആക്ട് പ്രകാരം പോലീസും അസ്വാഭാവികമായ ഈ സംഭവത്തിന് കേസെടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷണവും നടക്കുന്നു. ഫയർഫോഴ്സിന്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും പരിശോധനയൊക്കെ അടക്കം ഇവിടെ അധിക വൈകാതെ നടക്കും. എന്തായാലും ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെടാതിരുന്നതാണ് ആൾനാശമടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കിയത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർമാരിൽ ഒരാളാണ് ഈ മുകുന്ദൻ എന്ന ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് ഉണ്ട്. ഏതാനും ആഴ്ചകൾ മാത്രമാണ് ഇനി സ്കൂൾ തുറക്കാനുള്ളത്. അതുകൊണ്ട് വിപുലമായ ഒരു ശേഖരമാണ് തുണികളുടെ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ തൊട്ട് അടുത്തുള്ള കാലിക്കറ്റ് ടവർ എന്ന ഫാഷൻ സ്റ്റോർ എന്ന സ്ഥാപനവും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ തന്നെയാണ്. എന്തായാലും ഈ കെട്ടിടത്തിന് തീപിടിച്ച പശ്ചാത്തലത്തിൽ അവിടെ നിന്നും തൽക്കാലം ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അവിടെയും ഇന്ന് കച്ചവടം നടക്കില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാവും ഈ കെട്ടിടം ഇനി സാധാരണ നിലയിലേക്ക് മാറ്റുക. ആര്യ, തീർച്ചയായും അനീഷ് തുടരുക. അനീഷിലേക്ക് മടങ്ങിയെത്താം. നേരത്തെ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രത്യേകമായി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ തലത്തിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും, നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ, അതിന്റെ കാരണങ്ങൾ, ഇതൊക്കെ കോർപ്പറേഷൻ തലത്തിൽ ഞങ്ങൾ ഇന്ന് അന്വേഷിക്കും. അതിനുശേഷമേ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാവൂ. ഇത് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാവർക്കും ഒരു പാഠമാകണം. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പഴയ കെട്ടിടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാവുകയും അത് കർശനമായിട്ട് നടപ്പിലാക്കുകയും വേണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, മേയർ സൂചിപ്പിച്ച ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കോഴിക്കോടെ പഴയ കെട്ടിടങ്ങളിൽ ഇത്തരത്തിൽ നിരന്തരം തീപിടുത്തം ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്, സംഭവങ്ങൾ എപ്പോഴും കാണാറുള്ളതാണ്. അത് ഇനിയുള്ള സമയത്തെങ്കിലും മറ്റവിടെയുള്ള എല്ലാ പഴയ കെട്ടിടങ്ങളിലും മേയർ സൂചിപ്പിച്ചതുപോലെ ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തണം. അതിനുള്ള ഒരു സൂചന കൂടിയായിട്ട് ഈ ഒരു വലിയ തീപിടുത്തത്തെ കാണേണ്ട സാഹചര്യം കൂടിയാണ്, അല്ലേ?
അങ്ങനെ തന്നെ വേണം. കാരണം ഈ സ്ഥിരമായി തീപിടുത്തം ഉണ്ടാവുന്ന ഇടമായിരുന്നു മിഠായിത്തെരുവ്. മിഠായിത്തെരുവിൽ പലതവണ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലെ മറ്റ് വൻ നഗരങ്ങളെ അപേക്ഷിച്ച് ചെറുകിട കച്ചവടക്കാർ അല്ലെങ്കിൽ ഇടത്തര കച്ചവടക്കാർക്കൊക്കെ വലിയ സ്വാധീനമുള്ള അത്തരം കടകളിൽ നന്നായി ആളുകൾ എത്തുന്ന അത്തരം ഒരുപാട് കടകളുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. അതുകൊണ്ട് പലപ്പോഴും ഒരു കോംപ്ലക്സിൽ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നൂറുകണക്കിന് കടകളുള്ള കോംപ്ലക്സുകൾ പോലും ഈ 100-ലധികം കടകളുള്ള കോംപ്ലക്സുകൾ പോലും ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് അത്തരം ഇടത്തൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ കാര്യക്ഷമമായി അധികൃതർക്ക് ഇടപെടാൻ കഴിയില്ലാതെ വരിക എന്നത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്നലെ അത്തരത്തിൽ ഒരു സുരക്ഷാ ഓഡിറ്റിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമാണ് ഉണ്ടായതെന്ന് മേയർ തന്നെ സമ്മതിക്കുന്നു. അതുകൊണ്ട് നഗരത്തിലെ വലിയ കെട്ടിടങ്ങളിലും ചെറിയ കെട്ടിടങ്ങളിലും ഒക്കെ അടക്കം ഒരു ഫയർ ഓഡിറ്റ് നടത്തുക എന്ന ആവശ്യകതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ വൈകാതെ ഉണ്ടാവും. എന്തായാലും ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോർപ്പറേഷന്റെ ചേരുന്നുണ്ട്. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു പരിശോധനയ്ക്കുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ അനധികൃത നിർമ്മാണങ്ങൾ ഇങ്ങനെ നിർബാധം നടക്കുമ്പോഴും അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഒരു കെട്ടിടത്തിൽ ഇത്ര മേൽ അടച്ചു കെട്ടി പുറത്തുനിന്നും ഒരു വായു പോലും അകത്തേക്ക് കടക്കാനാവാത്ത വിധം സ്വന്തമാക്കിയെടുക്കുമ്പോഴും എന്തുകൊണ്ട് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള തലത്തിലോ ഇക്കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന ചോദ്യവും ബാക്കിയാവുന്നുണ്ട്. അതുകൊണ്ട് ഈ നിർമ്മാണങ്ങൾ അടക്കമുള്ളവയെക്കുറിച്ചുള്ള ഒരു പരിശോധന വരും. കേവലം ഈ സ്ഥലത്തെ പരിശോധന മാത്രമല്ല, മറ്റ് വലിയ കെട്ടിടങ്ങളിലും സമാനമായ രീതിയിലുള്ള അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊരു പരിശോധനയും വേണ്ടിവരും. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. അനീഷ്, തുടരുക. നേരത്തെ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും ആരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച ഉണ്ടായതെന്ന് കണ്ടെത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേട്ടുവരാം. ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടറോട് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ അതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് തുടങ്ങിയ സേനാ വിഭാഗങ്ങളോട് അവർ പറയാൻ വേണ്ടി പറഞ്ഞു. നഗരസഭയും ഇന്ന് വിദഗ്ധ സമിതി യോഗം ചേർന്ന് എന്തെങ്കിലും പാളിച്ചകളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ സർവതല സ്പർശിയായ പരിശോധനകളിലൂടെ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ച തിരുത്താനും വീഴ്ചക്കിടവരുത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പേരിൽ നടപടിയെടുക്കാനും മനഃപൂർവ്വമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് മറ്റൊരു തരത്തിലുള്ള പരിശോധനയും എല്ലാ തരത്തിലുമുള്ള രഹസ്യ പരസ്യ പരിശോധനകളിലൂടെയായിരിക്കും ഈ വിഷയത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനമെടുക്കുക. അതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. MS അനീഷ് കുമാർ സ്പോട്ടിൽ നിന്ന് തുടരുന്നുണ്ട്. അനീഷ്, ആളപായം ഭാഗ്യവശാൽ ഉണ്ടായില്ലെങ്കിലും ഒരുപാട് പേരുടെ ജീവിതം കൂടിയാണ് അവിടെ കത്തി നശിച്ചത്. ഉപജീവന മാർഗമാണ് ഇല്ലാതായത്. 75 കോടിയുടെ നാശനഷ്ടം ഉണ്ടായതാണ് പ്രാഥമികമായ വിലയിരുത്തൽ പോലും. ഈ വിഷയത്തിൽ എന്തായാലും ഈ കെട്ടിടം പുനർനിർമ്മിച്ചു നൽകുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് നഷ്ടപരിഹാരങ്ങൾ പ്രഖ്യാപിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള സാഹചര്യമുണ്ടോ? അത്തരമൊരു നിലപാടിലേക്ക് കടന്നിട്ടില്ല ഈ ഘട്ടത്തിൽ. അതായത് കെട്ടിടത്തിന്റെ സമഗ്രമായ പരിശോധനകൾ ഇനി നടക്കേണ്ടതുണ്ട്. സുരക്ഷാ പരിശോധനകൾ പ്രത്യേകിച്ചും ഫയർഫോഴ്സിന്റെയും ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും PWDയുടെയും ഒക്കെ ഉള്ള പരിശോധനകൾ ഇനി നടക്കണം. ഈ പരിശോധനകൾ നടന്ന ശേഷം കെട്ടിടത്തിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാക്കിയ ശേഷം മാത്രമേ ഈ കെട്ടിടത്തിൽ ഇനി വീണ്ടും കച്ചവടം നടക്കാൻ സാധ്യതയുള്ളൂ. വലിയ സാമ്പത്തിക നഷ്ടം തന്നെ ഈ കെട്ടിട ഉടമയ്ക്ക് ഉണ്ടായി എന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം കേരളത്തിലെ തന്നെ യൂണിഫോമിന്റെ ഏറ്റവും വലിയ വിതരണക്കാരിൽ ഒരാളായിരുന്നു ഈ മുകുന്ദൻ എന്ന കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ഉടമ. അദ്ദേഹം കോവിഡ് കാലത്തൊക്കെ വലിയ തിരിച്ചടികൾ കിട്ടിയ ശേഷം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയായിരുന്നു. അതിനുശേഷമാണ് സർവ്വശക്തി സംഭരിച്ച് എല്ലായിടത്തു നിന്നും പണം സമാഹരിച്ച് ഒരുപാട് വായ്പ എടുത്തും സ്വന്തം സ്ഥലങ്ങളും മറ്റുമൊക്കെ വിറ്റുമൊക്കെയാണ് അദ്ദേഹം ഈ സ്കൂൾ സീസണിന് വേണ്ടിയുള്ള സ്റ്റോക്ക് ഇവിടെ സംഭരിച്ചിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഫാഷൻ ബസാർ എന്ന പേരിൽ ഒരു ഔട്ട്ലെറ്റുമുണ്ട്. ഒപ്പം ഇവിടെ നിന്നും മൊത്ത വില ക്രമത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യൂണിഫോം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വലിയ ഒരു അളവിൽ 75 കോടിയൊക്കെ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുകയുടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം 100-150 മീറ്ററിലധികം വരുന്ന ആ ഒന്നാം നില കെട്ടിടത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഈ യൂണിഫോം സംഭരിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ റാക്കുകൾ, ഇത്തരത്തിലെ റാക്കുകളിലാണ് ഈ തുണി ശേഖരിച്ചിരുന്നത്. അങ്ങനെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ റാക്കുകളിലും ഈ ഷട്ടറിട്ട സ്ഥലത്തിന്
പുറമെ വരാന്തയായി നിശ്ചയിക്കപ്പെട്ടിരുന്ന സ്ഥലം കൂടി മറച്ച് കെട്ടിയെടുത്ത് അവിടെയും ഈ തുണിത്തരങ്ങൾ സംഭരിച്ചിരിക്കുന്ന ഒരു കാഴ്ച. രണ്ടു തരത്തിലുള്ള തുണിത്തരങ്ങളുണ്ട്. ഒന്ന് ഈ ബനിയൻ രീതിയിലുള്ള തുണിത്തരങ്ങളും മറ്റൊന്ന് പോളിസ്റ്റർ രീതിയിലുള്ള തുണിത്തരങ്ങളുമായിരുന്നു ഇതിലേറിയ പങ്കും. അതിൽ ബനിയൻ തരത്തിലുള്ള തുണിത്തരങ്ങൾ പുകഞ്ഞു കത്തുമ്പോൾ പോളിസ്റ്റർ തരത്തിലുള്ള തുണിത്തരങ്ങൾ ആളിക്കത്തും. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഈ തീ ഇത്ര പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ വന്നതിന് പിന്നിലെ കാരണമെന്നാണ് ഫയർഫോഴ്സ് അടക്കമുള്ളവർ പറയുന്നത്. ഒപ്പം അകത്തേക്ക് വെള്ളം കൃത്യമായി പമ്പ് ചെയ്യാൻ കഴിയാതെ വന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. എന്തായാലും സമഗ്രമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടക്കും. വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ കൃത്യമായി ഉണ്ടായിരുന്നു. അതുമായി സംബന്ധിച്ച രേഖകളൊക്കെ കൃത്യമാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരും മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു സാമ്പത്തിക നഷ്ടമാണ് ഉടമയെ സംബന്ധിച്ചിടത്തോളം ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. പാക് മിസൈലുകളും ഡ്രോണുകളും തകർക്കുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഷഹീൻ അടക്കമുള്ള മിസൈലുകൾ ഇന്ത്യയുടെ S-400 ഉപയോഗിച്ച് തകർക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ട്. അതേസമയം ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ഇന്ന് ചേരുകയാണ്. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നു. രാഗേഷ്, ഒന്ന്
പാകിസ്ഥാന്റെ നട്ടലൊടിച്ച ദൃശ്യങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കരസേന എന്നുള്ളതാണ്. ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വേണം. അതേസമയം തന്നെ ഇന്ന് വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം ചേരുകയാണ്. വിദേശകാര്യ സെക്രട്ടറി ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതൽ ഈ യോഗത്തിൽ വിശദീകരിക്കും അല്ലേ? ആര്യ, വെസ്റ്റേൺ കമാൻഡ് തന്നെയാണ് പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ പുതിയ ദൃശ്യങ്ങൾ, കൂടുതൽ ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. കാരണം ഇന്നലെയും വെസ്റ്റേൺ കമാൻഡ് ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പങ്കുവച്ചിരുന്നെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ മിസൈലുകൾ ഇന്ത്യയിലേക്ക് അയച്ചതും അതിനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത സംബന്ധിച്ച ദൃശ്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ്, ഫത്തേ ഒപ്പം തന്നെ ഷഹീൻ തുടങ്ങിയ മിസൈലുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഒപ്പം തന്നെ ചൈനീസ് നിർമ്മിത റോക്കറ്റ് ലോഞ്ചറായ A-100 ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാൻ. അതിന്റെ ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പുതിയ ദൃശ്യങ്ങളായി വെസ്റ്റേൺ കമാൻഡ് പങ്കുവച്ചിരിക്കുന്നത്. അതിനെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്നത് ഈ ദൃശ്യങ്ങളുണ്ട്. ഇതിനുശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങൾ തകരുന്നതും ഒപ്പം തന്നെ റഹിംയാർ ഖാൻ, പഞ്ചാബ് പ്രവിശ്യയിലെ റഹിംയാർ ഖാൻ വ്യോമസേനാ താവളത്തിന്റെ കേടുപാടുകൾ സംഭവിക്കുന്നത്, റൺവേക്കടക്കം കേടുപാട് സംബന്ധിച്ച സാറ്റലൈറ്റ് ചിത്രങ്ങളും പങ്കുവച്ചിരിക്കുകയാണ് വെസ്റ്റേൺ കമാൻഡ്. അത്തരത്തിൽ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയുടെ ഓരോ ദൃശ്യങ്ങൾ തെളിവ് സഹിതം കൂടുതലായി ഇപ്പോൾ സേന പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്നൊരു നിർണായക യോഗം ചേരുന്നുണ്ട്. അത് പാർലമെന്ററി കാര്യ സമിതിയുടെയാണ്, വിദേശകാര്യങ്ങൾക്കുള്ള പാർലമെന്ററി കാര്യ സമിതി. അതിന്റെ അധ്യക്ഷൻ ശശി തരൂരാണ്. 31 പേരംഗങ്ങളായി സമിതിയിൽ ജോൺ ബുട്ടാസ്, രവിശങ്കർ പ്രസാദ് തുടങ്ങിയവർ അംഗങ്ങളാണ്. ഏതായാലും ഈ നടപടികളൊക്കെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ ദൈനംദിന കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ്. വിക്രം മിശ്രി എന്തായാലും ഈ യോഗത്തിന് മുമ്പാകെ ഓപ്പറേഷൻ സിന്ദൂർ, അതിനുശേഷം വന്ന വെടിനിർത്തൽ കരാർ, അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ സ്വീകരിക്കുന്ന നയതന്ത്ര ഇടപെടലുകൾ ഇതൊക്കെ തന്നെ അറിയിക്കും, ചർച്ച ചെയ്യും. കാരണം ഇതിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ സംഘത്തെ അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ വിദേശകാര്യ സെക്രട്ടറി സമിതി മുമ്പാകെ അറിയിക്കും. സമിതിയും ചില ചോദ്യങ്ങൾ ഏതായാലും വിദേശകാര്യ സെക്രട്ടറിയോട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്, അവകാശപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് നയിച്ചതെന്ന്. പക്ഷേ ഇന്ത്യ അക്കാര്യം തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോൾ അതിന്റെ വസ്തുത എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിദേശകാര്യ സെക്രട്ടറിയോട് സ്വാഭാവികമായും ഈ സമിതി അംഗങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. ആര്യ, അതേസമയം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ നിന്ന് തൃണമൂൽ വിട്ടുനിൽക്കുമെന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളെല്ലാം ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് TMC മുഖം തിരിക്കുന്നു? അതെ ആര്യ, നേരത്തെ കോൺഗ്രസ് ഇത്തരം പരാതി ഉന്നയിച്ചതാണെങ്കിൽ കോൺഗ്രസ് അംഗങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് കുറച്ചുകൂടി കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. കാരണം ലോക്സഭയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഏറ്റവും വലിയ 4ാമത്തെ കക്ഷിയാണ്. 29 അംഗങ്ങളുണ്ട്. സുദീപ് ബന്ദോപാധ്യായാണ് അവരുടെ ലോക്സഭാ കക്ഷി നേതാവ്. സുദീപ് ബന്ദോപാധ്യയുമായി ബന്ധപ്പെട്ടിരുന്നെങ്കിൽ പോലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഒഴിവായി. പക്ഷെ പകരം ആര് എന്ന് തൃണമൂലിനോട് ചോദിച്ചില്ല എന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. പകരം യൂസഫ് പഠാനെ അയക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തത്. JDU നേതാവ് മനോജ് ഝാ അധ്യക്ഷനായ സമിതിയിലേക്കാണ് അത്തരത്തിൽ, സഞ്ജയ് ഝാ അധ്യക്ഷനായ സമിതിയിലേക്കാണ് ഇത്തരത്തിൽ യൂസഫ് പഠാനെ പരിഗണിച്ചത്. സ്വാഭാവികമായും അതിൽ കടുത്ത അതൃപ്തി തൃണമൂൽ കോൺഗ്രസിനുണ്ട്. കാരണം സീനിയർ ആയ പല നേതാക്കളും MP-മാരാണ്. ആ ഒരു ഘട്ടത്തിൽ ആദ്യ ടൈം MP ആയ യൂസഫ് പഠാനെ ഈ സമിതിയിലേക്ക് നിയോഗിച്ചത്. പ്രത്യേകിച്ച് അതിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്ന വിമർശനമാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സമിതിയുടെ ഭാഗമാകാനില്ല എന്ന നിലപാട് ഇപ്പോൾ തൃണമൂൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. ആര്യ, ശരി, വ്യക്തമാണ്. സമഗ്രമായ വിവരങ്ങളാണ് ER രാഗേഷ് പങ്കുവച്ചത്. തരൂർ വിവാദത്തിൽ കരുതലോടെ പ്രതികരിക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ലേഖന വിവാദത്തിന് പിന്നാലെ പാർട്ടിയെ വെട്ടിലാക്കുന്ന നടപടികളാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നതെന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന കോൺഗ്രസിലെ തരൂർ വിരുദ്ധ ചേരി. അതേസമയം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തരൂരിന്റെ പ്രസ്താവനകളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ നിലപാടറിയിച്ചു. നയതന്ത്ര രംഗത്തെ മികവിന്റെ പേരിൽ 2 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ച ശശി തരൂരിനെ അതേ നയതന്ത്ര മികവ് പ്രയോജനപ്പെടുത്താനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ ദേശീയ നേതൃത്വം എന്തിനെ ബോധപൂർവ്വം അവഗണിച്ചു എന്നതാണ് കോൺഗ്രസ് ക്യാമ്പിൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മോദി സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകളെ തുടർച്ചയായി പ്രശംസിക്കുന്ന ശശി തരൂരിനെ വിദേശ സന്ദർശനത്തിനുള്ള പ്രതിപക്ഷത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് സമാന പ്രതികരണങ്ങളിലൂടെ പാർട്ടി വീണ്ടും വെട്ടിലാകാതിരിക്കാനാണെന്നാണ് കോൺഗ്രസിലെ തരൂർ വിരുദ്ധരുടെ വിശദീകരണം. പാർട്ടി നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവർത്തക സമിതി അംഗം തന്നെ രംഗത്തെത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം.
അതേസമയം ഇന്ത്യ പാക് സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടെന്നും എന്നാൽ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് കഴിയാതെ പോയെന്നുമാണ് തരൂർ അനുകൂലികളുടെ വാദം. 10 വർഷമായി കോൺഗ്രസ് ദേശീയ നേതൃത്വ നിരയിലെ ഒരു ചേരി ശശി തരൂരിനെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ തുടർച്ചയാണ് വിദേശ സന്ദർശനത്തിനുള്ള പട്ടികയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയതിന് പിന്നിലെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. തരൂരിനോടുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനം അവസരമാക്കി മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാർ നടത്തുന്ന ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഒടുവിൽ വില കൊടുക്കേണ്ടി വരുമെന്നും ഇക്കൂട്ടർ വാദിക്കുന്നു. അതേസമയം തരൂർ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തി കൂടുതൽ വിവാദങ്ങൾക്ക് അവസരമുണ്ടാക്കരുതെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 6 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനം ഇന്ന് തുടങ്ങും. ഔദ്യോഗിക സന്ദർശനം നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. മെയ് 24 വരെയാണ് യാത്ര. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി അതേസമയം 3 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തും. സന്ദർശന വേളയിൽ ഒരു ഉന്നതതല പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി ചർച്ച നടത്തും. പാകിസ്ഥാൻ ചൈന ഉഭയകക്ഷി ബന്ധത്തിന്റെ എല്ലാ വശങ്ങളുടെയും സമഗ്രമായ അവലോകനം ഈ സന്ദർശനത്തിൽ ഉൾപ്പെടുമെന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സഹകരണം, പ്രതിരോധ സഹകരണം, പ്രാദേശിക സുരക്ഷ എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയാകും ചർച്ച. പോർച്ചുഗൽ തലസ്ഥാനമായ ലിസ്ബണിലെ ഇന്ത്യൻ എംബസിക്ക് പുറത്ത് ഓപ്പറേഷൻ സിന്ദൂർ പോസ്റ്ററുകൾ. നടപടി അവസാനിപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റർ. ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള ഒരു ഭീകരൻ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. വിനോദ് കുമാർ, സെയ്ഫുള്ള, മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെട്ട തീവ്രവാദിയാണ് കൊല്ലപ്പെട്ടത്. നേപ്പാളിലെ ലഷ്കർ ഇ തൊയ്ബയുടെ മുഴുവൻ മൊഡ്യൂളും ഇയാൾക്ക് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. പ്രധാന ദൌത്യം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കേഡറുകളെയും സാമ്പത്തിക സഹായവും കണ്ടെത്തുകയാണ്. നേപ്പാൾ വഴി ലഷ്കർ ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റാനും സഹായിച്ചിരുന്നു. ലഷ്കറിന്റെ ഓപ്പറേഷണൽ കമാൻഡർ അസം ചീമ എന്ന ബാബാജിയുടെ അടുത്ത അനുയായിയായിരുന്നു സൈഫുള്ള. 2006-ൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ റാംപൂർ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിലും IISc ബാംഗ്ലൂർ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിലും ഇയാൾ പങ്കാളിയായിരുന്നു. നിലവിൽ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിലാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പൂഞ്ച് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ പൊട്ടാതെ വീണ 42 ഷെല്ലുകൾ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി. അതിർത്തി കടന്നുള്ള ഷെല്ലാക്രമണത്തിന്റെ അവശിഷ്ടങ്ങളായ പ്രദേശവാസികളുടെ ജീവനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണി ഉയർത്തിയിരുന്നു. അപകടമുണ്ടാകാതിരിക്കാൻ എല്ലാ സ്റ്റാൻഡേർഡ് സുരക്ഷാ പ്രോട്ടോകോളുകളും പാലിച്ചുകൊണ്ടാണ് ഷെല്ലുകൾ നശിപ്പിച്ചത്. പരിശീലനം ലഭിച്ച ബോംബ് നിർവീര്യ സംഘങ്ങൾ പോലീസുമായി സഹകരിച്ചാണ് നടപടികൾ സ്വീകരിച്ചത്. സോഫിയ ഖുറേഷിയെ അപകീർത്തിപ്പെടുത്തിയ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷാ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. പരാമർശത്തിൽ FIR ഫയൽ ചെയ്യാൻ പോലീസിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് മന്ത്രി സുപ്രീംകോടതിയെ സമീപിച്ചത്. ഗാസയിലേക്ക് പരിമിതമായ അളവിൽ മാനുഷിക സഹായം അനുവദിക്കുമെന്ന ഇസ്രായേൽ പ്രഖ്യാപനം. ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച്, ക്ഷാമത്തെക്കുറിച്ചും ആഗോള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് നടപടി. എന്നാൽ സഹായം എപ്പോഴെന്നോ എങ്ങനെയെന്നോ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം 24 മണിക്കൂറിനുള്ളിൽ കുട്ടികൾ ഉൾപ്പെടെ ഗാസയിൽ 100-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, നമുക്കറിയാം, നേരത്തെയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത്രത്തോളം ദുരിതപൂർണമായ, നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അവസ്ഥയിലൂടെയാണ് ഗാസയിലെ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനം. പക്ഷെ അപ്പോഴും ഇത് എപ്പോൾ മുതൽ എന്നുള്ള വിഷയത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല, അല്ലേ? തീർച്ചയായും ആര്യ, സംഭവം വാർത്ത വരുന്നത് വളരെ ആശ്വാസമാണ്. കാരണം മാനുഷിക സഹായം എത്തിക്കുന്നു. കഴിഞ്ഞ 3 മാസമായി ഗാസയിലേക്കുള്ള ഭക്ഷണം, മരുന്ന്, ഇന്ധനമടക്കം മറ്റ് അവശ്യ വസ്തുക്കളെല്ലാം അതിനൊക്കെ മേലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ മാനുഷിക സഹായം അല്പമെങ്കിലും എത്തിക്കുമെന്നുള്ള ഇസ്രായേൽ പ്രഖ്യാപനം ആശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം, നേരത്തെയും ഇതുപോലെ നിരവധി പ്രഖ്യാപനങ്ങൾ വന്നിരുന്നു. വെടിനിർത്തൽ ചർച്ചകളിലടക്കം നടന്നിരുന്നു.
ശ്രമിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ഫലപ്രദമായില്ല. അക്കാര്യം കൂടി ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യങ്ങളൊക്കെ നിലവിൽ വന്നാൽ മാത്രമേ ഒരു ആശ്വാസം എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഒപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് ഇസ്രായേൽ വീണ്ടും വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇതേ തുടർന്ന് ശനിയാഴ്ച ഖത്തറിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് യുദ്ധം താൽക്കാലിക ഒരു വെടിനിർത്തലിന് ഇസ്രായേലിന് സമ്മതമാണ്. ബന്ദിമോചനമടക്കം നിലവിൽ വരണം. അതായത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരെ വിട്ടയക്കണം. അങ്ങനെയെങ്കിൽ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേലിന് സമ്മതമാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അക്കാര്യത്തിന് ഹമാസ് തയ്യാറല്ല. ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മറുപടി യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം, ഇസ്രായേൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ, ഗാസയിൽ ഇസ്രായേൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ മുഴുവൻ പിൻവലിക്കണം, യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നതാണ് ഗാസയുടെ അല്ലെങ്കിൽ ഹമാസിന്റെ ഒരു ആവശ്യം. ഇത് ഇസ്രായേലും അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അറിയുന്നത്. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളുടെ പല ഘട്ടങ്ങളിലും ഇത് തന്നെയായിരുന്നു ഇരു രാജ്യങ്ങളുടെയും ആവശ്യം. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇതുവരെ 500ഓളം പേർ കൊല്ലപ്പെട്ടു എന്നതാണ്, ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ തന്നെ കുട്ടികളടക്കം നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. ഒപ്പം ഈ ചർച്ചകൾ അത് നടക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടില്ല, അതൊരു ആശ്വാസത്തിലേക്ക് എത്തിയിട്ടുമില്ല. ഈ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാനമായും ഈ പറയുന്നത് ഈ കാര്യങ്ങൾക്ക് പുറമെ മറ്റ് കാര്യങ്ങൾ കൂടി, അതായത് ഗാസയിലേക്കുള്ള സഹായങ്ങൾ, ബന്ദിമോചനം, ഇസ്രായേലിന്റെ 58 ബന്ദികൾ ഹമാസിന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് ഇസ്രായേലിന്റെ വാദം. അതിൽ തന്നെ 23 പേർ ജീവനോടെയുണ്ട്. ഇവരുടെ വിശദമായ വിവരങ്ങൾ, ഒപ്പം ജീവനോടെ ഉണ്ട് എന്നതിന്റെ തെളിവുകൾ അടക്കം പുറത്തുവിടണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസയിലേക്ക് 400 സഹായ ട്രക്കുകൾ ദിവസേന എത്തിക്കണമെന്നാണ് ഗാസയുടെ ആവശ്യം. ഇതൊക്കെ പരിഗണനയിലുണ്ട്, ഇതൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് കൂടി അറിയുന്നു. ആര്യ, തീർച്ചയായും. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്ത. മലപ്പുറം കാളികാവിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയ പാറശ്ശേരി 50 ഏക്കറിൽ വനം വകുപ്പ് പരിശോധന നടത്തും. അതേസമയം മേഖലയിൽ സ്ഥാപിച്ച 50 ക്യാമറകളിൽ ഇന്നും കടുവയുടെ ദൃശ്യമില്ല. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ക്യാമറകളിൽ കടുവയുടെ ദൃശ്യമില്ല, പക്ഷേ ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ദൌത്യസംഘത്തെ സഹായിക്കുമോ ഏതെങ്കിലും തരത്തിൽ? CV അനുമോദ് കേൾക്കുന്നുണ്ടോ?
കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ നേരത്തെ ക്യാമറ വെച്ച് കേൾക്കാം കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഈ ഒരു ക്യാമറ സ്ഥാപിച്ച മേഖലയില്ല, മലയുടെ മറുവശത്ത്, അതായത് ജനവാസ മേഖലയിലെ ചില മേഖലകളിലാണ്, ചില പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഈ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നേരത്തെ ഈ സംഭവം ഉണ്ടായ ഗഫൂറിനെ കൊന്ന ആ ഒരു മേഖലയുടെ മറുവശമുണ്ട്, കരുവാരുകുണ്ട് മേഖല, അതായത് മഞ്ഞൾപ്പാറ എന്ന പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗമാണിത്, മലയുടെ തന്നെ മറ്റൊരു വശം. ആ ഭാഗത്താണിപ്പോൾ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇതുവഴി കടുവ കടന്നു പോയിട്ടുണ്ട് എന്നാണ് ആ കാൽപ്പാടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതേ കടുവയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതായത് കടുവ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മേഖലയിൽ ഒന്നാകെ എന്ന് ഉറപ്പിക്കുവാൻ ഈ ഒരു കാൽപ്പാടുകൾ സ്ഥിരീകരിക്കുന്നതിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു നേരത്തെ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി ഇതിൻ്റെ സഞ്ചാരപഥം സ്ഥിരീകരിക്കലായിരുന്നു. പക്ഷേ ആ ക്യാമറ വെച്ച മേഖലയിലൊന്നുമല്ല കടുവ സഞ്ചരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പക്ഷേ അതുവഴി നേരെ മലകളിലൂടെ സൈലന്റ് വാലി മേഖലയിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതായത് കടുവയുടെ സഞ്ചാരപഥം വ്യത്യസ്തമാണ്, അത് വളരെ വിശാലമായി കിടക്കുന്ന വനമേഖലകളിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൽ വലിയ ഒരു പ്രതിസന്ധി തീർക്കുന്നത്. നേരത്തെ തന്നെ ഈ ഒരു ഭൂഘടന മിഷന് വലിയ വെല്ലുവിളിയാകുന്നുവെന്ന് ദൗത്യസംഘം അഭിപ്രായപ്പെട്ടിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാണെങ്കിലും കടുവയുടേതെന്ന് ഈ കാൽപ്പാടുകൾ സ്ഥിരീകരിച്ചതോടെ ആ ഒരു മേഖല കൂടി കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആര്യ, തീർച്ചയായും CV അനുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്. കരുളായി വനമേഖലയിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരുളായി റേഞ്ചിലെ പടുക്ക വനം സ്റ്റേഷൻ പുളിക്കലക്കൈ ഭാഗത്താണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. കൊമ്പുകൾ നഷ്ടപ്പെട്ടിട്ടില്ല. വെറ്റിനറി ഡോക്ടർ ഉൾപ്പെട്ട സംഘം ടൈഗർ മോണിറ്ററിംഗ് ഓപ്പറേഷനിലായതിനാൽ അവരെ ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള ക്രമീകരണങ്ങൾ നടത്താനാണ് തീരുമാനം. പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സർക്കാർ മലയോര ജനതയെ കാണുന്നത് വന്യമൃഗങ്ങളുടെ ഭക്ഷണമായി. തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ വനം വകുപ്പ് ശ്രമിക്കരുത്. 924 പേർ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദി സർക്കാരാണെന്നും പാംപ്ലാനി പറഞ്ഞു. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഞാൻ കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടുമാണ്. കാലവർഷം 24ഓടെ കേരളത്തിലെത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കാലവർഷം നേരത്തെ എത്തുന്ന വർഷമായിരിക്കും ഇത്. മെസ്സി ഒക്ടോബറിലോ നവംബറിലോ കേരളത്തിലെത്തുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇപ്പോഴുള്ളത് അനാവശ്യ ചർച്ചകളാണ്, വിവാദത്തിന്റെ ആവശ്യമില്ല. എതിർ ടീമിനെ സംബന്ധിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതി ബേലിൻ ദാസിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 വിധി പറയുക. ജാമ്യാപേക്ഷയിന്മേലുള്ള പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബേലിൻ ദാസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. നെടുമ്പാശ്ശേരിയിൽ ഐവിൻ ജിജോയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ CISF ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. അങ്കമാലി കോടതിയിലാണ് അപേക്ഷ സമർപ്പിക്കുക. 1-ാം പ്രതി വിനയ് കുമാർ ദാസ്, 2-ാം പ്രതി മോഹൻ എന്നിവരെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയാണ് 1-ാം പ്രതി വിനയ് കുമാർ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു CISF ഇൻസ്പെക്ടറെ കൂടി നാളെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. കൊലപാതക കേസിൽ പ്രതികളായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കമുണ്ടെന്നും വിവരമുണ്ട്. കേസിലെ FIR-ഉം പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള രേഖകൾ CISF കമാൻഡ് ഡയറക്ടർ ജനറലിന് കൈമാറി.